സാർ, ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇത്രമാത്രം വിവാദമാക്കാനുള്ള ഒരു വിഷയമായിരുന്നു ഇത്? വിവാദമാക്കുക എന്നുള്ളതാണല്ലോ ചിലരുടെ ആവശ്യം. കാരണം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് വിവാദമാക്കിക്കൊണ്ട് അതിന് കരിവാരി തേക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് വലിയ ശക്തി പ്രത്യേകിച്ച് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വിവാദമാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭാരത് മാത, നമ്മളെല്ലാവരും ഭാരതത്തെ മാതാവായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഈ സങ്കല്പത്തോട് കൂടിയിട്ടാണ് നമ്മളെ സ്വാതന്ത്ര്യ സമരം നടന്നത്. ഭാരത് മാതാ കി ജയ് എന്നുള്ളതായിരുന്നു അന്ന് വിളിച്ചിരുന്ന മുദ്രാവാക്യം. ആ ഭാരതമാതാവ് ആ ചിത്രം, അതേ ചിത്രം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതന്നെയായിരുന്നു മഹർഷി അരവിന്ദ ഉപയോഗിച്ചിരുന്ന ഭാരത് മാതാവിൻ്റെ ചിത്രം. ആ ഭാരത് മാതാവിൻ്റെ ചിത്രത്തിന് മുമ്പിലാണ് പുഷ്പാർച്ചന നടത്താൻ വേണ്ടി ഗവർണർ നിശ്ചയിച്ചത്. പിന്നെ ഭാരതം വെറും ഒരു തരി മണ്ണല്ലല്ലോ, വെറും പർവ്വതമല്ല, വെറും നദികളല്ല, ഇതൊന്നുമല്ല. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു അന്ന് സംഭവിച്ച വിഷയം. അവിടെ മരങ്ങൾ നടാൻ, ചെടികൾ നടാൻ, കൃഷി ഇറക്കാൻ, ഇതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് മന്ത്രി ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറായത്. മന്ത്രി പ്രസാദ് ഭാരത് മാതാവിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം അറിഞ്ഞതാണ്. ആ പരിപാടി അറിയിച്ച സമയത്ത് അദ്ദേഹം ഗവർണറുടെ ഓഫീസിൽ വിളിച്ചു, എന്നൊക്കെ പരിപാടിയിൽ നിന്ന് അറിയിച്ചു. ആ പരിപാടിയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാമായിരുന്നു. പരിപാടിയിൽ പങ്കെടുത്തിട്ട് പുഷ്പാർച്ചനയ്ക്ക് വേണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അതിൽ അറിയിക്കാം. ആദ്യം തന്നെ അത് വിവാദമാക്കേണ്ട കാര്യമില്ല. അവരങ്ങനെ പങ്കെടുത്തിട്ട് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യാത്തൊരു സംഭവമാണ്. നിലവിളക്ക് കൊളുത്താൻ വേണ്ടി അതിൽ മാറിയതല്ലേ. ക്ഷേത്രങ്ങളിൽ പോയിട്ട് തൊഴുകാതെ നിന്ന ആൾക്കാർ അല്ല ഇവർ. പിന്നെ എന്തിനും ഇതിൽ ആദ്യം തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് മനസ്സിലാക്കാതെ ഇത് വിവാദമാക്കിയത് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏതായാലും ശരി, അവർ ഇനി വേണ്ടാന്ന് പറഞ്ഞാലും ഗവർണർ അതിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പുഷ്പാർച്ചന നടത്തുമായിരുന്നു. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട, അത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ്, ഈ നാടുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാറ്റിനെയും ഈ ദൈവത്തിന് തുല്യം ആരാധിക്കുന്നവരാണ് ഇവിടുത്തെ സമാജം ഭാരതത്തിൽ. സ്വാഭാവികമായും ആ സമാജത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ ഭാരത് മാത എന്നുള്ള സങ്കല്പം. ആ സങ്കല്പം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പൂജ ആ ദിവസം അദ്ദേഹം മിക്കവാറും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, പുഷ്പാർച്ചനയെല്ലാം. കാരണം പർവ്വതങ്ങളും നദികളും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ ഭാരത് മാതാവ്. പർവ്വതത്തെ മാതാവിൻ്റെ സ്തനമായിട്ടാണ് ഭാരതം കണ്ടത്. പർവ്വത സ്തനമണ്ഡലേ എന്നുള്ളതാണ്. നദികളെ ആ സ്തനത്തിൽ നിന്നുത്ഭവിക്കുന്ന സ്തന്യമായിട്ട്, മുലപ്പാലായിട്ടാണ് സങ്കല്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മുലപ്പാൽ, ആ നദികൾ ഒഴുകുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണല്ലോ. പർവ്വതങ്ങളും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണല്ലോ. ഇതിനെ മുഴുവൻ നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഇത്തരം ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ടാണ് ഈ ഭാരത് മാതാവ് എന്നുള്ള സങ്കല്പം തന്നെ വേണ്ട എന്നവർ പറയാനും കാരണം അതിനുപേക്ഷിക്കുന്നതും അതിന് എതിർക്കുന്നതും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് വിശദമായിട്ട് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുണ്ട്. പണ്ടത്തെ ആൾക്കാർ അത് മുഴുവൻ അംഗീകരിക്കണമെന്നില്ല. അവരെ കമ്മ്യൂണിസ്റ്റുകാരൻ അംഗീകരിക്കണമെന്നില്ല, രാജ്യവിരുദ്ധർ അംഗീകരിക്കണമെന്നില്ല. ഈ പഴയ കാലത്തെ അമ്മൂമ്മമാർ പോലും നമ്മുടെ അമ്മയ്ക്ക് വേദനിക്കും മൺമട്ടിയെടുത്ത് കളച്ചാൽ എന്ന് പറയുന്നൊരു സങ്കല്പം ഉണ്ടാകുകൊണ്ട് പൂജ നടത്തിക്കൊണ്ടേ രീതിയിരുന്നത്. ഇത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതല്ലേ. സമുദ്രവസനേ ദേവി പർവ്വതസ്തനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വേ എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ട് നമസ്കരിച്ചുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത്. അത്രയും പ്രാധാന്യം ഈ ഭൂമിക്ക് ഭാരതത്തിലെ ജനങ്ങൾ കൊടുത്തിരുന്നു. ആ ഭാരത് മാതാവിനെയാണ് പുഷ്പാർച്ചന നടത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗവർണറുടെ ഓഫീസിൽ ഫോട്ടോ വെച്ചതും പുഷ്പാർച്ചന നടത്തിയതും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. മറ്റൊരു നടത്താതിരുന്നതും അത് വിവാദമാക്കിയത്. നടത്തുന്നതിന് മുമ്പ് തന്നെ വിവാദമാക്കി കഴിഞ്ഞു. അതാണ് ഒരു പ്രത്യേകത. നടത്തിയതിന് ശേഷമല്ല, നടത്തുന്നതിന് മുമ്പ് വിവാദമാക്കി. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ചരിത്രം, അതായത് ഈ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ചിത്രം എങ്ങനെ, ഈ ഒരു പ്രതീക ചിത്രം എങ്ങനെ ഉണ്ടായി എന്ന തരത്തിലുള്ള ഒരു ചരിത്രം പല രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ പിന്നിലുള്ള ഒരു ചരിത്രം? മാതാവ് എന്നുള്ള സങ്കല്പമാണല്ലോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഭാരത മാതാവാണ്.
അപ്പോൾ ആ സങ്കല്പത്തോടുകൂടിയാണ് ചിത്രം തയ്യാറാക്കിയിരിക്കുന്നത്. അതേത് കാലത്തെന്നുള്ള ചോദിച്ചാൽ എനിക്കറിയില്ല. വളരെ പണ്ട് മുതലേ ഞാനൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മഹർഷി അരവിന്ദോ വ്യക്തമായിട്ട് അതിനെ സംബന്ധിച്ചിട്ട് പറയുന്നുണ്ട്. ദശപ്രഹരണധാരിണി എന്ന് വന്ദേമാതരത്തിൽ അതും പഠിക്കുന്നു. ബങ്കിംചന്ദ്രനാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു ദുർഗയുടെ രൂപം അല്ലെങ്കിൽ ഒരു ദേവിയുടെ രൂപം, ഇതാണ് ഭാരതത്തിന് കൊടുത്തിരുന്ന സങ്കല്പവും രൂപവും. അതേപോലെ തന്നെയാണ് ഈ രൂപം വരച്ചു വച്ചിരിക്കുന്നതും ഉണ്ടാക്കി വച്ചിരിക്കുന്നതെല്ലാം. അപ്പോൾ അതിനൊരു വലിയ പ്രാധാന്യം ഉണ്ടല്ലോ. ആ രൂപം തന്നെ അത് കാണുന്ന സമയത്ത് തന്നെ ഭാരതത്തിൻ്റെ വലിയൊരു പ്രാധാന്യം. ഭാരതത്തിൻ്റെ ആ രൂപം സിംഹവുമായി നിൽക്കുന്നതാണ് ഈ ഭാരത് മാതാവിൻ്റെ ഇതിൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ശക്തിയുള്ള ഒരു സമാജത്തെ, ഒരു നാരീ ശക്തിയെ ഇതെല്ലാം ഇതിൽ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. മാതാവ് എന്നുള്ളത് നാരീ ശക്തിയുടെയാണ്. ആ ശക്തിയെ കാണിക്കുന്നതാണ് ആ സിംഹത്തിനെയോ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്. പിന്നെ പരിസ്ഥിതിയെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ് ആ ഭാരത് മാതാവ്, ഭാരതത്തിൻ്റെ രൂപം ഉള്ളത്. അത് നിഷേധിക്കാൻ സാധിക്കില്ലല്ലോ. ഭാരതത്തിൻ്റെ ആണെന്നുള്ളത് ഇവർക്ക് എല്ലാവരും നല്ല രീതിയിൽ ഇതിനെ പറയുന്ന സമയത്ത് ഇത് മോശമായി ചിത്രീകരിക്കുകയാണ് ഈ യുദ്ധത്തിനും ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ആ നിലയ്ക്ക് എല്ലാറ്റിനെയും നിഷിദ്ധമായി കാണുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇതെല്ലാം പറയുന്നത്. അല്ലാണ്ട് ഇത് അറിയാത്തത് കൊണ്ടല്ല, അവർക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പണിയാണ്. എല്ലാ കാലത്തും ഇത്തരം ആൾക്കാർ ഇത് ചെയ്തിരുന്നു. അത് രണ്ടു കൂട്ടരാണെങ്കിലും, ഇന്നത്തെ പ്രതിപക്ഷമാണെങ്കിലും ഭരണകക്ഷിയാണെങ്കിലും കേരളത്തിൽ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുമിച്ചാണ്, അത് വേറെ കാര്യം. നമുക്ക് ഈ ചിത്രത്തിലേക്ക് വരുമ്പോൾ ആ ചിത്രത്തിൽ ഭാരതാംബയുടെ കയ്യിലുള്ള ആ ഒരു കൊടി, ഒരുപക്ഷെ ആ കൊടിയുടെ നിറമായിരിക്കും പലർക്കും പ്രശ്നമായിട്ട് തോന്നുന്നതെന്ന് പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. കാരണം പലരും പറയുന്നത് ഒരു കാലത്ത് ആ ഒരു ചിത്രത്തിൽ ആ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നത് ത്രിവർണ്ണ പതാക, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പതാകയായിരുന്നു എന്ന് പറയുന്നത്. പിന്നീട് അത് കാവിക്കൊടി എന്നുള്ള രീതിയിലേക്ക് മാറി എന്നതാണ് പലരെയും ചൊടിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ എങ്ങനെയാണ്? അതാര് കൊടുത്തു ആ ത്രിവർണ്ണ പതാക ഭാരതമാതാവിൻ്റെ കയ്യിൽ? ഏത് കാലത്താണ് അത് ഉണ്ടായത്? അങ്ങനെയാണെങ്കിൽ മറ്റേതും ആ കാലത്തുണ്ടാകണമല്ലോ, അതിന് മുമ്പ് ഉണ്ടാകണമല്ലോ. ഒരു പതാക കമ്മിറ്റി ഉണ്ടായിരുന്നു. ഏതായിരിക്കണം ഭാരതത്തിൻ്റെ രാഷ്ട്രപതാക എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് ആ പതാക കമ്മിറ്റി ഏകകണ്ഠമായി നിശ്ചയിച്ചിരുന്നത് ഈ ഭഗവദ്ധ്വജായിരുന്നു. ഈ ഭഗവാ കളറുള്ള ഭഗവദ്ധ്വജമായിരുന്നു. ഇത് തന്നെയായിരുന്നു ഡോക്ടർ അംബേദ്കർ ഏതായിരിക്കണം ഭാരതത്തിൻ്റെ ദേശീയ പതാക എന്നുള്ള പറഞ്ഞ സമയത്ത് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് ഈ പതാകയെക്കുറിച്ചിട്ടാണ്. പക്ഷേ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട്, അധികാര ദുർമോഹം കൊണ്ടോ അതേപോലത്തെ കാര്യങ്ങൾ കൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ത്രിവർണ്ണ പതാക മതി എന്നുള്ളത് എത്തിച്ചത്. ആദ്യം മുതൽ, പണ്ടുകാലം മുതൽ തന്നെ നമ്മുടെ ഈ നാടിന് വേണ്ടി നിലനിന്നിരുന്ന രാജാക്കന്മാരോ ചക്രവർത്തിയോ അതാൾക്കാർ മുഴുവൻ ഉപയോഗിച്ചിരുന്നത് ഈ കാവ്യ പതാകയാണ്. അതുകൊണ്ട് ആ കാവ്യ പതാകയെ അങ്ങനെ നിന്ദിക്കേണ്ടതോ പതുവോ നിഷിദ്ധമായിട്ടുള്ളതല്ല. RSS അത് ഉപയോഗിക്കുന്നു പറഞ്ഞാൽ RSS ഉപയോഗിക്കുന്ന ആ കളറുള്ള പതാകയാണ്, ഈ രൂപമുള്ള പതാകയാണ്. ഈ പതാകയാണ് RSS ഉപയോഗിക്കുന്നു പറയാൻ പറ്റും. ഇനി അങ്ങനെ RSS ഉപയോഗിക്കുന്ന ആ പതാകയാണ് തന്നെ വിചാരിച്ചോളൂ. RSS ഈ നാട്ടിലെ എല്ലാ മാനബിന്ദുക്കളെയും ആരാധിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണ്. RSSൻ്റെതായുള്ള സ്വന്തമായിട്ട് കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളല്ല ഉപയോഗിക്കുന്നത്. ഈ നാട്ടിലെ മാനബിന്ദുക്കൾ, ഈ നാട്ടിലെ പൂർവികന്മാർ, അവരെ മുൻനിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, അതിൻ്റെ സത്യസന്ധമായുള്ള കാര്യങ്ങൾ, ധാർമ്മിക കാര്യമായിട്ടുള്ള കാര്യങ്ങൾ RSS ഉപയോഗിക്കുന്നതായിരിക്കാം. അതുകൊണ്ടാണ് RSS ഈ കാര്യം ഉപയോഗിക്കുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലാതെ RSSൻ്റെ പതാക എന്നതിനെ പറയുന്നതേ തെറ്റാണ്. അപ്പോൾ നമ്മളിതിലേക്ക് കൂടുതൽ രാജ്ഭവനിലേക്കും ഗവർണറിലേക്കൊക്കെ കൂടുതലായിട്ട് വരുമ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് ഭരണഘടനാ ലംഘനമാണ് ഈ പറയുന്നത് പോലെ ഒരു ഭാരതാംബയുടെ ഒരു ഫോട്ടോ വെച്ച് സർക്കാർ പരിപാടിയിൽ ഒരു തിരിതെളിക്കുന്നത് എന്ന് പറയുന്നു. അത് ഭരണഘടനാ ലംഘനം എന്ന് പറയുമ്പോൾ മറുവശത്ത് രാജ്ഭവനിൽ എന്തെങ്കിലും പരിപാടികൾ സംഘടിപ്പിക്കണമെങ്കിൽ ഗവർണർക്ക് അതിന് പൂർണ്ണ ഇതുണ്ട്. അതായത് ഗവർണർക്ക് തന്നെ അവിടെ പരിപാടി സംഘടിപ്പിക്കണം, എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനമെടുക്കാനുള്ള ഇതുണ്ട്. പക്ഷേ മറുവശത്താണ് ഇപ്പോൾ ഈ പറയുന്ന ഇടത് സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് ഗവർണർ നടത്തിയത് ഒരു ഭരണഘടനാ ലംഘനമാണ് എന്നുള്ളത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഭരണഘടനാ ലംഘനം എങ്ങനെയാകുന്നത്? അത് ഗവർണർക്ക് അവകാശമുണ്ട് ഗവർണറുടെ ഓഫീസിലെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഗവർണർ രാജ്യദ്രോഹ പ്രവർത്തനമല്ല നടത്തിയിരിക്കുന്നത്, തികച്ചും രാജ്യസ്നേഹമായുള്ള പ്രവർത്തനം നടത്തിയത്. ഭരണഘടനാ ലംഘനം എന്ന് അതിന് പേര് കൊടുക്കുന്നത് എങ്ങനെ എനിക്ക് മനസ്സിലാകുന്നില്ല. നിയമപരമായുള്ള കാര്യങ്ങളാണ് നടത്തിയിരിക്കുന്നത്, നിയമ നിഷേധാത്മകമായുള്ള കാര്യമല്ല നടത്തുന്നത്.
ഭരണഘടന ആ ഓഫീസ് തന്നെയാണ് അതിന് ഉപയോഗിച്ചത്. എന്നാൽ അതിലും വലിയ മോശം കാര്യം ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസം. എന്താണ് ആ കാര്യം? നമ്മുടെ സെക്രട്ടറിയുടെ ദർബാർ ഹാളിൽ രാഷ്ട്രപതിയുടെ ചിത്രമില്ല. അത് വേണോ വേണ്ടിയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഇത്രയും കാലം രാഷ്ട്രപതി ആയിരുന്ന ആൾക്കാരുടെ മുഴുവൻ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അവർ പട്ടികവർഗക്കാരിയായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ അത് ആ നിലയ്ക്കാകണമല്ലോ. അപ്പം അതുകൊണ്ട് ഇത്തരം ചെറിയ ഏറ്റവും നിന്ദ്യമായുള്ള വാക്കുകൾ ഉപയോഗിച്ചുള്ള മന്ത്രിമാരുടെ ആണെങ്കിലും രാഷ്ട്രീയക്കാരുടെ ആണെങ്കിലും ഇത്തരം ശൈലികൾ ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ അവസാനമായിട്ട് പറയുന്നത് ഗവർണറെ തിരിച്ചു വിളിക്കണം. അതായത് ഇപ്പോൾ ഒരു ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തി വലിയ വിവാദമാക്കിയതിൻ്റെ പേരിൽ ഇപ്പോൾ പ്രധാനമായിട്ടും പലരും ഉന്നയിക്കുന്ന ഒരു ആവശ്യം ഇതാണ്, ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നുള്ളത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എന്തിനു തിരിച്ചു വിളിക്കണം? പക്ഷേ തിരിച്ചു വിളിക്കേണ്ടത് പ്രസിഡൻ്റ് അല്ലേ? അതാ അവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അത് നമ്മളല്ലല്ലോ പറയേണ്ടത്. അതിൻ്റെ കാര്യമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് വ്യക്തിപരമായിട്ട് ഞാൻ. കാരണം നല്ല കാര്യം ചെയ്ത ഒരാൾ എന്തിനു തിരിച്ചു പിടിക്കണം? പിന്നെ അങ്ങനെ വേറെ എന്തെങ്കിലും നിഷേധാത്മകമായുള്ള കാര്യങ്ങളോ നിഷിദ്ധമായുള്ള കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. മഹത്തകാരായ കാര്യമാണ് അങ്ങനെ ചെയ്തതെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.